നമസ്കാരം. ടിക്ടോക്കിൻ്റെ സുന്ദരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പ്ലാസ ജംഗ്ഷനടുത്തുള്ള ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ റംസാൻ്റെ ഭാഗമായിട്ട് കുറച്ച് തിരക്കുകളൊക്കെ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ട്. എങ്കിലും കുറച്ച് കഴിയുമ്പോഴൊക്കെ നോമ്പ് തുറക്കിയ സമയമാകുമ്പോൾ അത് വീണ്ടും ക്ലീൻ ആവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് ഞാനങ്ങ് ഇറങ്ങുവാണ്. സമ്മാനമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡിലും സമ്മാനമൊന്നും കൊടുക്കാൻ വേണ്ടി ആരും കൃത്യമായിട്ട് ആൻസർ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഈ എപ്പിസോഡിൽ എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ. സോ നമുക്ക് എല്ലാവരെയും കണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ പറഞ്ഞിട്ട് ആസ്വദിച്ചിട്ട് വരാം. കം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കണ്ടസ്റ്റൻറ്റ് റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ കണ്ടസ്റ്റൻ്റാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സാധനമൊക്കെ ഗ്രീൻസിൽ വന്ന സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ മാഡത്തിൻ്റെ പേരെന്ന് പറയാം. വത്സല. എന്ത് ചെയ്യുന്നു വത്സല? ഹൗസ് വൈഫ്. എവിടെയാണ് സ്വദേശം? സ്വദേശം ഇപ്പം പുതപ്പാറ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഭർത്താവും ഞാനും, അത്ര മാത്രം. മക്കളൊക്കെ? മോനൊന്ന് പുറത്താണ്, മോളൊന്ന് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. എവിടെ തന്നെ? നാട്ടിലെ ബാങ്കിലാണ്? നാട്ടിൽ തന്നെ, ചെറുക്കൽ ബാങ്ക്. ഭർത്താവ് എന്തായാലും ജോലി ചെയ്തത്? മെഡിക്കൽ ഷോപ്പിലാണ്, ന്യൂ മെഡിക്കൽസ്. സ്വന്തമായിട്ട് മെഡിക്കൽ ഷോപ്പ് അവിടെ തന്നെയാണോ? അല്ല, സെയിൽസ് ആയിട്ട് പ്ലാസേൻ്റെ അടുത്ത്. ഗ്രീൻസിൽ നിന്ന് തന്നെയാണോ പർച്ചേസ് ഒക്കെ? ഗ്രീൻസിൽ തന്നെ പർച്ചേസ് എല്ലാം ചെയ്യുന്നത്. വീക്കിലി വന്നിട്ട് പർച്ചേസ് ആണോ അല്ലെങ്കിൽ മന്ത്ലി? മൂത്ത മകൻ എന്ത് ചെയ്യുന്നു? ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് ഓയിൽ കമ്പനീൻ്റെ ഇതല്ലേ. പഠിച്ചതൊക്കെ അവനൊക്കെ പഠിച്ചതൊക്കെ അവിടെ പിന്നെ മെക്കാനിക് എഞ്ചിനീയറിംഗ് ആണ്. ബിടെക് അല്ലേ? ബിടെക് അല്ല, ഡിപ്ലോമ. കണ്ണൂർ പോളിയിലാണ് പഠിച്ചത്. കണ്ണൂർ പോളി. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ വരുന്നത് ടിക്ടോക്ക് എന്ന പ്രോഗ്രാമിലാണ്. അപ്പോൾ ടിക്ടോക്കിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥിക്ക് 3 സെഗ്മെൻറ്റാണ് ലഭിക്കുന്നത്. ആദ്യം ഒരു ഫോട്ടോ കാണിച്ചിട്ട് ആ ഫോട്ടോയിൽ ആരാണെന്ന് പറയണം, ഐഡൻറ്റിഫൈ ദ ഇമേജ്. രണ്ടാമത്തെ സെഗ്മെൻറ്റ് എന്നത് സിനിമയും അതുപോലെ തന്നെ സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം ഉടനെ തന്നെ ലഭിക്കും. അപ്പോൾ ആദ്യത്തെ നോ പ്രോബ്ലം. രണ്ടാമത്തെ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ആദ്യത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യനോ ഒന്നിലും മാത്രം ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മൂന്നാമത്തെ സെഗ്മെൻറ്റ് പോലും പോകേണ്ടി വരും. അത് ജനറൽ നോളജാണ്. അപ്പോൾ ആദ്യത്തെ 2നും ആൻസർ ചെയ്തില്ലെങ്കിൽ കളി ഗെയിം ഓവറാകും, അവസാനിക്കും. നമുക്കാദ്യം നോക്കാം. ഓക്കെ, ഞാൻ ആദ്യം ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഫോട്ടോയിൽ ആരാണെന്ന് പറയണം. ഓക്കെ, ഞാൻ എൻ്റെ ക്യാമറയ്ക്കൊന്ന് ഫോട്ടോ കാണിച്ചു കൊടുക്കട്ടെ. ഇതാണ് ഫോട്ടോ. ക്രിക്കറ്റാണ് സബ്ജക്റ്റ്. അതെ, ക്രിക്കറ്റാണ്. ഇപ്പം മുന്നേ കളിച്ചിരുന്നു. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരുപാട് നേട്ടങ്ങളൊക്കെ കളിച്ച് വളരെ പ്രശസ്തനായൊരു സ്പോർട്സ് താരമാണ്. ഇപ്പോൾ റഫറി മീൻസ് കമാൻഡറിയിലൊക്കെയാണ് ഇദ്ദേഹത്തെ കാണാറ്. ആരാണ്? എനിക്ക് ഒരു ക്രിക്കറ്റുമായിട്ട് അധികം ഒരു ഇതില്ലാത്തതാണ്. നല്ലൊരു പരിചയമുള്ള ഒരു ഇതാണ്. പക്ഷേ എങ്കിലും പേരൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. ഇല്ല, പേരോർക്കാൻ പറ്റുന്നില്ല. നല്ലോണം കണ്ടിട്ടുണ്ട്. അല്ല, എല്ലാ മത്സരങ്ങളും അധിക മത്സരങ്ങളിലും നമ്മുടെ കമാൻഡറിയിൽ അദ്ദേഹം ഉണ്ടാവും. നന്നായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പേരോർക്കാനേ പറ്റുന്നില്ല. ഇല്ല. ക്രിക്കറ്റ് കളി കാണാറുണ്ടോ? ക്രിക്കറ്റ് കളി അത്യാവശ്യം. അതിലത്ര മകനും അച്ഛനും ഇതെല്ലാം ക്രിക്കറ്റ് മകൻ നന്നായിട്ട് കാണും. അവര് കാണും, ക്രിക്കറ്റ് കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ? ഓക്കെ, ഞാനപ്പോൾ ചേച്ചി ആദ്യത്തെ ഫോട്ടോ കണ്ട് ഫോട്ടോയുടെ ആൻസർ ചെയ്തില്ല. അപ്പോൾ നേരെ ഞാനങ്ങ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇനിയത്തത് സിനിമയും അതുപോലെ തന്നെ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിലൊന്ന് നോക്കിയിട്ട് നമുക്ക് ചേച്ചിക്ക് അത് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഒരുപാട് നമ്മുടെ സിനിമാ സംഗീതത്തിന് ഒരുപാട് പിന്നെ ദേശീയ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. നല്ല പിന്നെ ഗാനത്തിന്, നല്ല സംഗീത സംവിധായകത്തിന്, അതുപോലെ തന്നെ നല്ല പിന്നെ മ്യൂസിക് ഡയറക്ഷൻ, അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസിൽ ദേശീയ അവാർഡുകൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഗാനരചനയ്ക്ക് ആദ്യമായിട്ട് ദേശീയ അവാർഡ് ലഭിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് ആരാണെന്ന്? ആദ്യമായിട്ട് ഗാനരചനയ്ക്ക് ദേശീയ അവാർഡ് ലഭിച്ച മലയാളത്തിൻ്റെ പ്രിയ ഗാനരചയിതാവ് ആര്?
പഴയൊരു ഗാനരചയിതാവാണ്. പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ആ ശരത് സാറൊന്നുമില്ല. ശരത് സാറ് തെറ്റാണ്. പിന്നെ പണ്ടത്തെ ഗാനരചയിതാവ് എന്ന് പറയുമ്പോൾ എം ജി രാധ. എം ജി രാധാകൃഷ്ണൻ മ്യൂസിക് ഡയറക്ടറാണ്, സംഗീത സംവിധായകനാണ്. ഇത് മ്യൂസിക് ഡയറക്ടർ അല്ല, മ്യൂസിക് ഈ പാട്ടെഴുത്ത്, ലിറിക്സ് റൈറ്റർ, ഗാനരചന നടത്തിയ ആള്. എത്ര ഓർക്കാൻ പറ്റുന്നില്ല. പാട്ടുകൾ കേൾക്കാറുണ്ടോ? പാട്ടുകൾ ഇഷ്ടം പോലെ കേൾക്കും. ഇഷ്ടം മലയാള പാട്ട് അല്ലെങ്കിൽ മലയാള സംഗീതം, ഹിന്ദി, അങ്ങനെ മലയാളം ഏത് പാട്ട് നമുക്ക് ചിലപ്പം തമിഴിലായിരിക്കും ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കുമ്പോൾ അതിനോട് ഭയങ്കരമായിട്ട് ഒരിതുണ്ടാവും. മലയാളം അതുപോലെ തന്നെ മലയാളം ഇഷ്ടമാണ്. ആ ചില സോങ് ഹിന്ദിയിലായിരിക്കും, അങ്ങനെ അതുപോലെ. പാട്ട് പാടാറുണ്ടോ? നമ്മളെ ശബ്ദം അങ്ങനത്തെ ഉള്ള ആസ്വദിക്കാറേ ഉള്ളൂ അല്ലേ? ഏത് പാട്ടുകാരനെ ഇഷ്ടം മലയാള സിനിമയിലെ? പാട്ടുകാരനാ മറ്റേ വേണുഗോപാൽ സാറ് അല്ലേ? ഉണരുമി ഗാനമൊക്കെ ആലപിച്ച അതന്നെ. അദ്ദേഹത്തെ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഗാനം, സ്വരം എല്ലാം നല്ല. അദ്ദേഹത്തിൻ്റെ മകനും ഗാനഗോകുലം ചിത്ര ചേച്ചി, വേണുഗോപാൽ ചിത്ര ചേച്ചിയാണ് കോമ്പോണ് ഇഷ്ടം അല്ലേ? ഇഷ്ടമാണ്. പാട്ടുകൾ നന്നായിട്ട് കേൾക്കാറുണ്ട്. അപ്പോൾ ആദ്യത്തെ 2 സെഗ്മെന്റിലും നിങ്ങൾ ആൻസർ ചെയ്തില്ല. അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാൻ പറ്റില്ല. ഇല്ല. ആദ്യത്തെ ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താലാണ് നമുക്ക് രണ്ടാമത്തെ സെഗ്മെന്റ് പോകാം. ഓക്കെ, അപ്പോൾ പങ്കെടുത്തതിൽ വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ പർച്ചേസൊക്കെ നടക്കട്ടെ, അടിപൊളിയായിട്ട് നടക്കട്ടെ. ഓക്കെ, കാണണം. ഓക്കെ, പരിപാടിയൊക്കെ കാണാം, ടി വിയിലൊക്കെ കാണാം. ഓക്കെ. നമ്മളെ രണ്ടാമത്തെ കണ്ടസ്റ്റൻറ്റ് റെഡി ആയിട്ടുണ്ട്. ആദ്യം ഒന്ന് പരിചയപ്പെട്ടിട്ട് ചോദ്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മാനമൊക്കെ കൊടുക്കണം എന്നുള്ള പ്രതീക്ഷയിലാണ്. നോക്കാം. ആദ്യം പരിചയപ്പെട്ടെ, പേര് പറയൂ. ബിന്ദു. എവിടെയാണ് ബിന്ദു വീട്? അത്താഴക്കുന്ന്. എന്ത് ചെയ്യുന്നു ബിന്ദു? ഞാനിപ്പോൾ ഹൗസ് വൈഫാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഭർത്താവ് 2 പെൺകുട്ടികൾ. 2 പെൺകുട്ടികളെ? അമ്മ. മക്കൾ എന്ത് ചെയ്യുന്നു? മക്കൾ ഒരാൾ +1, രണ്ടാമത്തെ ആൾ 5ാം ക്ലാസ്. 5ാം ക്ലാസ്സിൽ. ഹസ്ബൻഡ് എന്താണ് ജോലി ചെയ്യുന്നത്? സെൻറ്ററിങ്ങിൻ്റെ വർക്കാണ്. ഓക്കെ. അപ്പോൾ ഞാൻ വരുന്നത് ടിക്ടോക്ക് എന്ന പ്രോഗ്രാമിലാണ്. ടിക്ടോക്കിൽ നിന്ന് 3 സെഗ്മെൻറ്റാണ് നമ്മുടെ കണ്ടസ്റ്റൻറ്റ് ലഭിക്കുന്നത്. ആദ്യത്തെ ഐഡൻറ്റിഫൈ ദ ഇമേജ്. ഞാനൊരു ഫോട്ടോ കാണിച്ചു തരും. ആ ഫോട്ടോയിൽ ആരാണെന്ന് പറയണം. നെക്സ്റ്റ് സിനിമ, സംഗീതം റിലേറ്റഡ് ആണ്. അപ്പോൾ അതിന് ഉത്തരം, അത് ഈ 2നും ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിനാണ് ഉത്തരം പറയുന്നതെങ്കിൽ മൂന്നാമത്തെ സെഗ്മെൻറ്റായ ജനറൽ നോളജിലേക്ക് പോകും. അതിനുശേഷം അതിന് ഉത്തരം പറയാൻ സമ്മാനം കിട്ടും. ഓക്കെ, ആദ്യത്തെ 2നും ആൻസർ ചെയ്തതിൽ കളിയിൽ നിന്ന് വിഡ്രോ ആണ്. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. പിന്നെ പേര് ബിന്ദു ചേച്ചി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല പ്ലാനിങ് ഒക്കെ കൂടെയാണ് സമ്മാനം വാങ്ങിക്കുന്ന ഉറച്ച വിശ്വാസത്തോടെയാണ്. ഗ്രീൻസ് നേരത്തെ എത്തിയോ? കുറച്ച് സമയം. പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. ഗ്രീൻസ് തന്നെയാണോ പർച്ചേസ് ഒക്കെ സാധാരണ? എപ്പോഴും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് കടക്കാം. ഐഡന്റിഫൈ
ഓക്കെ. എല്ലാവർക്കും നല്ല ലക്ഷ്യങ്ങളൊക്കെയാണ്. അടിപൊളിയായിട്ടൊന്ന് പാടണ്ട. അടിപൊളി അടിപൊളി അടി. ഓ പാട്ടോ എന്നാലും ചെറുതായിട്ടൊന്ന് പാടാം. ഒരു പാട്ട്. ആ പാട്ട് കേട്ട് അത് കുഴപ്പമില്ല. എങ്ങനെയാലും ഒരു പാട്ട് പാടാം. അപ്പൊ എല്ലാവർക്കും പാടാം. എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് പാടാം. അത് വാ, രണ്ടുപേരും ചേർന്ന് ഒരു നാല് ലൈന് പാടിയാൽ മതി. 4 ലൈന് നമുക്കൊന്ന് എൻജോയ് ചെയ്യാം. പ്രേക്ഷകരൊക്കെ എന്തായാലും പാട്ട് പാടുന്ന കേട്ടപ്പോൾ എന്തായാലും പ്രേക്ഷകർക്ക് ഒതുക്കുന്നുണ്ടാകും ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും വാ, പ്ലീസ് വാ. ജീവാംശമായി താനേ കാലങ്ങൾ മുന്നേ വന്നോ ആത്മാവിനുള്ളിൽ ഈരൻ തൂമഞ്ഞായി തോരാതെ പെയ്തോ നീ പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നീ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ ആരാരും കാണാം മനസ്സിൻ ചിറകിൽ ഒളിച്ച മോഹം പൊൻപേലയായി വളർന്നീതാ. അടിപൊളി, നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മ്യൂസിക് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട്
അവാർഡുകളുടെ സംസ്ഥാന അവാർഡുകളുടെ സിനിമയ്ക്ക് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ്, മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ്, മികച്ച നടനുള്ള ദേശീയ അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡ്. ഡോക്ടർ, ക്യാബിൻ ക്രൂ അല്ലേ, അങ്ങനെയാണ് എല്ലാവർക്കും വലിയ വലിയ ലക്ഷ്യങ്ങളായിട്ടാണ് നമ്മുടെ KVയിലെ കണ്ണൂർ KVയിലെ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികൾ എത്തിയിരിക്കുന്നത്. എല്ലാവരുടെ ആഗ്രഹങ്ങളും സഫലമാകട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് നല്ല കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് വലിയ ലക്ഷ്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണയും ഇന്നത്തെ എപ്പിസോഡും ആർക്കും സമ്മാനം കൊടുക്കാൻ സാധിച്ചില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. ഇറ്റ്സ് മീ അനിലേഷ് ആർഷ ഫ്രം ടിക്ടോക്ക്.